ഹായ് ഫ്രണ്ട്സ്, ഒരു സംഭവം കാണിച്ചു തരാവേ. എന്താ, ഒരു വലിയൊരു സ്കൂട്ടിനെ കിട്ടിയേ. നല്ല വലുതാ, നല്ല രസം. ഇത് കയ്യിലെടുക്കുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചിനെ എടുക്കണ പോലെ തോന്നുന്നു, ഭയങ്കര സോഫ്റ്റ് ആയിട്ട്. എൻ്റെ പുത്രൻ വന്നു, അവന് അതൊന്ന് എടുക്കണമെന്ന് അവന് കയ്യിലൊക്കെ എടുത്തു. അവൻ്റെ എത്രയോ ഉണ്ട് ആള്. കണ്ടാ, ഇത് ഒന്ന് ആദ്യം ക്ലീൻ ചെയ്ത് അതിൻ്റെ അഴുക്കൊക്കെ കളയണേ ഉള്ളൂ, സ്കിന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ഇതാ കട്ടയിലെ പരിപാടിയാണ്. ഒന്നൊന്നര പരിപാടി ഉണ്ട് ഇതിൽ കിടന്ന് പണിയാൻ വേണ്ടിയിട്ട്. ഇത് കുഞ്ഞു കൊച്ചിനെ എടുക്കണ തൊട്ട് തോന്നി എനിക്ക് ഇതിനെ കയ്യിലെടുത്തപ്പോൾ. ഇനി നമ്മൾ പിന്നെ കട്ട് ചെയ്ത് നല്ലോണം വാഷ് ചെയ്തൊക്കെ എടുക്കണം കേട്ടോ. വാഷ് ചെയ്യുമ്പോൾ ഒരു പത പോലെയൊക്കെ വരും ഇത്, നല്ലോണം അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. എന്നിട്ടത് നമുക്കൊന്ന് കുക്കറിലോട്ട് മാറ്റാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു 3-4 കുടംപുളിയും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ സവാള, പച്ചമുളക്, ഇഞ്ചി, വേപ്പില എല്ലാം കൂടി വഴറ്റിയ ശേഷം നമ്മളുടെ സ്കുഡ് കുട്ടനെ അങ്ങോട്ട് തട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ അരച്ച് ചേർക്കും കേട്ടോ, അതൊരു ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ കയ്യിൽ തക്കാളി ഇല്ലായിരുന്നു. ചുമ്മാ ഒന്ന് ഇങ്ങോട്ട് വഴറ്റിയെടുത്ത് തേങ്ങാക്കൊത്തിട്ടാൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും. ഒരു ഗ്രേവി പരുവത്തിലാണ് നല്ലത് ശരിക്കും പറഞ്ഞാൽ. കുരുമുളക് പൊടിയാണ് കേട്ടോ മെയിൻ. പിന്നെ കുറച്ച് മസാല, ഏതെങ്കിലും ഗരം മസാലയോ ഒന്ന് നല്ല രീതിയിലൊന്ന് വഴറ്റി അങ്ങ് എടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണിത്. ഇത് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ഒരു കുഴമ്പ് രൂപത്തിലുള്ളതാണ് കേട്ടോ. എനിക്കിഷ്ടം അതാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വലിയ പരിപാടിയൊന്നുമില്ല, ഈ കാണിച്ച പോലെയൊക്കെ കാണിച്ച ഒരു ടേസ്റ്റാണ്.